ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 43. ലക്ഷ്മൺ ജെ കൃഷ്ണമൂർത്തി എന്നിവരുമായുള്ള സമാഗമം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. സ്റ്റേഷന് സമീപം പഹാഡ്ഗഞ്ചിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. പെട്ടെന്ന് കുളിയും മറ്റും കഴിഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഓർഗനൈസർ എന്ന ഇംഗ്ലീഷ് മാസികയുടെ ഓഫീസിലേക്ക് പോയി. തീവ്ര വലതുപക്ഷ ഹിന്ദു സംഘടനയായ RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമാണ് ഓർഗനൈസർ എന്ന വസ്തുത എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഈ ജേർണലിൻ്റെ മേൽവിലാസമേ എൻ്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. മേൽവിലാസം തന്നത് എൻ്റെ സുഹൃത്തായ ഒരു മിസ്റ്റർ നായരായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന ആക്സൺ എന്ന മാസികയുടെ പ്രസിദ്ധീകരണം നിർത്തിയിട്ട് ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ബാബാജിയുടെ ശിഷ്യനായ പഞ്ചാബി വ്യവസായി ഇതിനകം മരണമടഞ്ഞിരുന്നു. മിസ്റ്റർ നായരാണ് ഓർഗനൈസറിൻ്റെ ചെന്നൈ പത്രലേഖകനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹമാണ് ഹിന്ദുമതത്തെപ്പറ്റി ഒരു ലേഖനം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ അഹിന്ദുവായിട്ട് ജനിച്ചിട്ടും ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നതിൽ എന്തുകൊണ്ട് അഭിമാനിക്കുന്നു? ഇതായിരുന്നു ലേഖനത്തിൻ്റെ വിഷയം. എൻ്റെ ലേഖനത്തിൽ ഹിന്ദുമതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും താൻ ഹിന്ദുസ്ഥാൻ എന്ന പ്രാചീന ദേശത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും എഴുതിയിരുന്നു. ഈ ലേഖനം ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ചു. ലേഖനത്തിൻ്റെ തലക്കെട്ട് ഹിന്ദുവെന്ന് വിളിക്കപ്പെടുന്നതിൽ ഞാൻ എന്തുകൊണ്ട് അഭിമാനിക്കുന്നു എന്നായിരുന്നു. ഹൈന്ദവ തത്വശാസ്ത്രത്തെപ്പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും ഏതാനും ലേഖനങ്ങൾ കൂടി ഈ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അന്നത്തെ പത്രാധിപരായിരുന്ന KR മൽക്കാനിയെ പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനും കഴിഞ്ഞു. ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു എനിക്ക് ഒരു കത്തെഴുതിയിരുന്നു. ശ്രീ മൽക്കാനിയെ കണ്ടപ്പോൾ അദ്ദേഹം സാധാരണ RSSകാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണെന്ന് ഒരു തോന്നലുണ്ടായി. അദ്ദേഹം പാശ്ചാത്യ വേഷമാണ് ധരിച്ചിരുന്നത്. RSSനെ പറ്റി ആരോപിക്കപ്പെടുന്ന ക്രിസ്ത്യൻ വിരോധവും മുസ്ലിം വിരോധവും അദ്ദേഹത്തിൽ ലവലേശം പോലും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ പോലെ വ്യത്യസ്തരായ വേറെയും ആൾക്കാരുണ്ടായിരുന്നു. നാനാജി ദേശ്മുഖിനെ പോലെയുള്ള മുതിർന്ന RSSകാർ അങ്ങേയറ്റം നിഷ്പക്ഷത പുലർത്തുന്നവരാണ്. മൽക്കാനിജി എന്നെ നാനാജി ദേശ്മുഖിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സബ് എഡിറ്റർ ബാലശങ്കറിനെയും പരിചയപ്പെടുത്തി. എന്നെപ്പോലെ ബാലശങ്കറും മലയാളിയായിരുന്നു. ബാലശങ്കർ എനിക്കു വേണ്ടി ഡൽഹിയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തി തന്നു. കേരളത്തിൽ നിന്നുമുള്ള ഏതാനും RSSകാരോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കാനാണ് ഏർപ്പാടുണ്ടാക്കിയത്. ആഹാരവും അവർ അവിടെ തന്നെ പാചകം ചെയ്തിരുന്നു. അവിടെ താമസിച്ചിരുന്ന സമയത്ത് RSSൻ്റെ സിദ്ധാന്തങ്ങളെപ്പറ്റിയും സംഘടനയുടെ ആന്തരിക ഘടനയെപ്പറ്റിയും അറിയാൻ കഴിഞ്ഞു. സംഘടനാ തലത്തിൽ RSSകാർ തമ്മിൽ അത്ഭുതകരമായ ഏകോപനം ഉണ്ടായിരുന്നു. കാണാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും RSSകാരുടെ സാന്നിധ്യം സജീവമാണ്. ഒരു ഉദാഹരണം പറയാം. ഡൽഹിയിൽ എന്നോടൊപ്പം താമസിച്ചിരുന്ന RSS യുവാവും പ്രധാനമന്ത്രിയായിരുന്ന TV നരസിംഹറാവിൻ്റെ മന്ത്രാലയത്തിലെ ഓഫീസിൽ നിയമിതനായി. ഞാൻ ഭഗവത്ഗീതയെപ്പറ്റി നടത്തിയ പ്രഭാഷണത്തിൻ്റെ കാസറ്റ് പ്രധാനമന്ത്രി നരസിംഹറാവു കേട്ടുകൊണ്ടിരിക്കുന്നത് താൻ കണ്ടുവെന്ന് അയാൾ ഒരിക്കൽ എനിക്കെഴുതുകയുണ്ടായി. അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ജുഡീഷ്യറിയിലും സേനാ വിഭാഗങ്ങളിലും ഓഫീസുകളിലും ഒക്കെ RSSകാരെയോ അവരുടെ അനുഭാവികളെയോ കാണാൻ കഴിയും. അവരുടെ ആദർശ
സംഹിതയെപ്പറ്റി എന്തു തന്നെ പറഞ്ഞാലും എൻ്റെ ദൃഷ്ടിയിൽ അവർ വളരെ പരിശ്രമശാലികളും തികഞ്ഞ അച്ചടക്കം പാലിക്കുന്നവരുമാണ്. എന്തുകൊണ്ടോ നാനാജി ദേശ്മുഖ് എന്നെ കണ്ടതു മുതൽ വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ലേഖനങ്ങൾ വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത് അദ്ദേഹം എന്നോട് അടുത്ത തിങ്കളാഴ്ച ശ്രീ ദേവേന്ദ്ര സ്വരൂപ് അഗർവാളിനെ കാണാൻ ആവശ്യപ്പെട്ടു. ശ്രീ ദേവേന്ദ്ര സ്വരൂപ് അഗർവാൾ ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് DRI ഡയറക്ടറും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ സൈദ്ധാന്തിക ഗവേഷണ ത്രൈമാസികയായ മന്ദൻ മാസികയുടെ എഡിറ്ററും ആയിരുന്നു. നാനാജി പ്രസ്തുത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും ചെയർമാനും ആയിരുന്നു. DAV കോളേജിലെ ചരിത്ര വിഭാഗം പ്രൊഫസറായിരുന്ന ശ്രീ അഗർവാൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹം മന്ദൻ മാസികയുടെ ഇംഗ്ലീഷ് പതിപ്പ് എഡിറ്റ് ചെയ്യാൻ സഹായിയായി എന്നെ നിയമിച്ചു. DRIയുടെ ഹൈടെക് ഹെഡ്ക്വാർട്ടേഴ്സിൽ എനിക്ക് ഒരു മുറി കിട്ടി. ഹിന്ദി പതിപ്പ് എഡിറ്റ് ചെയ്യുന്നതിൽ സഹായിച്ചിരുന്ന ശ്രീ ചന്ദ്രകാന്ത് ഭരദ്വാജ് എന്ന മുതിർന്ന പത്രപ്രവർത്തകനോടൊപ്പമാണ് ഞാൻ താമസിച്ചിരുന്നത്. അദ്ദേഹം എന്നും ഓഫീസിൽ വരാതിരുന്നത് കൊണ്ട് മിക്കപ്പോഴും മുറി എനിക്ക് മാത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഒരു നല്ല ലൈബ്രറി ഉണ്ടായിരുന്നത് കൂടാതെ എപ്പോൾ വേണമെങ്കിലും ചായ കിട്ടുന്നതിനുള്ള ഏർപ്പാടുണ്ടായിരുന്നത് വളരെ സൗകര്യമായി തോന്നി. ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം എഴുതാനും വായിക്കാനും ചിന്തിക്കാനും അനുകൂലമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. കെട്ടിടത്തിൻ്റെ 4ാമത്തെ നിലയിലാണ് നാനാജി താമസിച്ചിരുന്നത്. ദേവേന്ദ്രജിയും ഞാനും ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്നും കഴിച്ചിരുന്നു. അദ്ദേഹം ഉള്ളപ്പോൾ പട്ടണത്തിൽ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നടത്തിയിരുന്ന സംഭാഷണത്തിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു. RSSലെ അതിശക്തനായ നേതാവായിരുന്ന അദ്ദേഹം അനേക വർഷം പാർലമെന്റ് അംഗമായിരുന്നു. RSSന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ജനസംഘ സ്ഥാനാർത്ഥിയായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഓർഡിനൻസിനെതിരെയും സമരമുഖങ്ങൾ തുറക്കുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റായ പ്രായം ചെന്ന ജയപ്രകാശ് നാരായണനെ പോലെയുള്ളവരെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വിസ്തൃതമാണ്. സമരം വിജയിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ കഴിയുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് ശേഷം ജനതാ പാർട്ടി അധികാരത്തിലേറി. നാനാജി ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ വലതുപക്ഷവും സോഷ്യലിസ്റ്റുകളും ചേർന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പാർട്ടിയായിരുന്നു ജനതാ പാർട്ടി. ജനതാ പാർട്ടിയുടെ ഭരണം 2-3 കൊല്ലമേ നീണ്ടു നിന്നുള്ളൂ. ആഭ്യന്തര കലഹങ്ങളും ചിലരുടെ അധികാര കൊതിയും കാരണം പുതിയ പരീക്ഷണം എന്ന് കരുതപ്പെട്ട ഭരണം അവസാനിക്കാനിടയായി. നാനാജി പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്തിലേക്ക് ഇറങ്ങുകയും ആ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്തു. സാധാരണ രാഷ്ട്രീയക്കാരുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം തൻ്റെ തെറ്റുകൾ തിരുത്താൻ എല്ലായ്പ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. ഒരു കാലത്ത് ശക്തമായി എതിർത്ത ഇന്ദിരാഗാന്ധിയോട് പോലും അദ്ദേഹത്തിന് വ്യക്തിപരമായി യാതൊരു വിരോധവും ഇല്ലായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അവർ ഒരു വലിയ നേതാവാണ്. ഒരു വലിയ സംഘടനയിലെ തീരുമാനമെടുക്കുന്ന ഒരു ചെറിയ സംഘമാണ് അവരെ വഴിതെറ്റിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നാനാജിയോടൊപ്പം ജോലി ചെയ്തിരുന്നതിനാലും അദ്ദേഹത്തോടൊപ്പം പലയിടങ്ങളിലും സഞ്ചരിക്കാൻ അവസരം ലഭിച്ചിരുന്നതിനാലും എൻ്റെ അനുഭവ മണ്ഡലം ഏറെ വിപുലമായി. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പല ആശയ സംഹിതകൾ മനസ്സിലാക്കാനും തൊഴിലാളികളും നേതാക്കന്മാരുമായി ഇടപഴകാനും അവസരമുണ്ടായി. ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരുമായും പരിചയപ്പെട്ടു. അന്നത്തെ പ്രമുഖ RSS നേതാക്കളായ ശ്രീ ബാലാ സാഹബ് ദേവറസ്,
ശ്രീ സുദർശൻ എന്നിവരും സോഷ്യലിസ്റ്റ് നേതാക്കളായ ജോർജ് ഫെർണാണ്ടസ് മറ്റും നാനാജിയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആയിരുന്നു. ഇവരോടൊപ്പം എനിക്ക് അടുത്ത ബന്ധം പുലർത്താനും ആശയവിനിമയം നടത്താനും കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ മന്ദൻ എന്ന പത്രികയുടെ ഇംഗ്ലീഷ് പതിപ്പിൻ്റെ ജോയിന്റ് എഡിറ്ററായി ഞാൻ നിയമിക്കപ്പെട്ടു. പല പുസ്തകങ്ങളും നിരൂപണം ചെയ്തു. ജേർണലിന് വേണ്ടി പല വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. എനിക്ക് മതം രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന വലിയ പങ്കിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പറയത്തക്ക ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയങ്ങളിൽ ഞാൻ ഡൽഹിയിലെ സ്മാരകങ്ങൾ കാണാൻ പോയി. ചരിത്രപ്രധാനമായ ആഗ്രയിലെയും ഫത്തേഹ്പൂർ സിക്രിയിലെയും പല സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഡൽഹിയിൽ നിന്നും വളരെ ദൂരത്തിൽ അല്ലാത്ത ഹരിദ്വാറും ഋഷികേശും മഥുരയും വൃന്ദാവനും ഞാൻ വീണ്ടും സന്ദർശിച്ചു. ഹരിദ്വാറിലും ഋഷികേശിലും ബാബാജി എപ്പോഴും പോകാറുള്ള ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഞാൻ പോകുകയുണ്ടായി. പക്ഷേ എനിക്ക് ബാബാജിയെ കാണാൻ കഴിഞ്ഞില്ല. അതിലൊന്നും ഞാൻ കുണ്ഠിതപ്പെട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ബാബാജിയെ ആശ്രയിക്കുന്നത് ബാബാജി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്നായിരുന്നു അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. എന്നെ സ്വതന്ത്രനായി നിൽക്കാൻ പ്രാപ്തനാക്കിയതിനും ധ്യാനം പരിശീലിപ്പിച്ചു തന്നതിനും ഞാൻ അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. കണ്ണടച്ചുകൊണ്ടും കണ്ണു തുറന്നു വെച്ചുകൊണ്ടും തടസ്സം കൂടാതെ ധ്യാനത്തിൽ മുഴുകിയിരുന്നു. രാവിലെയും സന്ധ്യയ്ക്കും മുടക്കം വരാത്തിയിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും അനിതര സാധാരണമായ കഴിവുണ്ടെന്ന് വസ്തുത മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആന്തരികമായി പരമമായ ആധ്യാത്മികാനന്ദം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഗവേഷണ മാസികയുടെ ഇടുങ്ങിയ മേഖലയിൽ ഒതുങ്ങി നിന്നുള്ള പ്രവർത്തനത്തോട് ആയിടെ മുഷിച്ചൽ അനുഭവപ്പെട്ടു. പത്രപ്രവർത്തനത്തിൻ്റെ വിശാലമായ രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹിച്ചു. ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ വെച്ച് മാനവ മൈത്രി സമ്മേളനം നടക്കുകയുണ്ടായി. പ്രസ്തുത സമ്മേളനത്തിൽ ന്യൂ വേവ് ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായ ഗണേഷ് ശുക്ലയുമായും പരിചയപ്പെട്ടു. ജേർണലിന് ഇടതുപക്ഷ ചായ്വ് ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഉള്ളടക്കവും ശൈലിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആഴ്ചപ്പതിപ്പിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് അദ്ദേഹം സസന്തോഷം സമ്മതിച്ചു. പിറ്റേന്ന് ഞാൻ മന്ദൻ മാഗസിനിൽ നിന്നും രാജിവെക്കുകയും ന്യൂ വേവിൽ ചേരുകയും ചെയ്തു. മന്ദൻ്റെ പത്രാധിപർ അതറിഞ്ഞ് വിഷമിച്ചുവെങ്കിലും നാനാജിക്ക് ഞാൻ എന്തുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ന്യൂ വേവിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 പ്രധാന സംഭവങ്ങൾ നടന്നു. 2 സംഭവങ്ങളും എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നവയായിരുന്നു. ഒന്ന് എൻ്റെ കാശ്മീർ യാത്ര ആയിരുന്നു. കാശ്മീരി ശൈവ സമ്പ്രദായത്തിലെ ഒരു വലിയ ആചാര്യനായ സ്വാമി ലക്ഷ്മൺജുവിനെ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മറ്റൊന്ന് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് ജെ കൃഷ്ണമൂർത്തിയെ സന്ദർശിക്കാൻ കഴിഞ്ഞതാണ്. കാശ്മീരിൻ്റെ പ്രകൃതി സൗന്ദര്യം പ്രസിദ്ധമാണല്ലോ. പ്രാചീന കാലം മുതൽക്ക് ആര്യൻ സംസ്കാരത്തിൻ്റെ പ്രമുഖ കേന്ദ്രം എന്ന നിലയിലും പ്രസിദ്ധമാണ്. ലോക പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസ് താൻ ആർജിച്ചിട്ടുള്ള ഗണിതശാസ്ത്രപരവും ആധ്യാത്മികവുമായ അറിവിന് കാശ്മീരി ബ്രാഹ്മണരോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മഹാനായ ചൈനീസ് സഞ്ചാരിയും ചരിത്രകാരനുമായ ഹുവാൻ സാങ് AD 631 കാശ്മീരിലേക്ക് ജ്ഞാനാർജനത്തിനായി പോകുകയും കാശ്മീരി പണ്ഡിതരുടെ അഗാധമായ അറിവിനെയും പാണ്ഡിത്യത്തെയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. AD 760 ഓങ്കോൺ എന്ന മറ്റൊരു ചൈനീസ് സഞ്ചാരി കാശ്മീരിൽ പോകുകയും അവിടെ ഒരു ബൗദ്ധ ഭിക്ഷുവായി ജീവിക്കുകയും ചെയ്തു. കാശ്മീരിൽ 300-ൽ പരം ബൗദ്ധ മഠങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഠങ്ങൾ ബൗദ്ധമതത്തെപ്പറ്റിയും ബൗദ്ധ തത്വശാസ്ത്രത്തെപ്പറ്റിയും പഠിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു.
കാശ്മീരിലെ ശൈവ സമ്പ്രദായം ശിവഭക്തന്മാർക്ക് ദാർശനിക തലത്തിലും അനുഷ്ഠാനങ്ങളുടെ തലത്തിലും ഉറച്ച ഒരു അടിത്തറ പ്രദാനം ചെയ്തു. ആത്മവിദ്യയുടെ അധ്യയനത്തിനും അനുശീലനത്തിനും വേണ്ടി കാശ്മീർ വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ്മീരിൽ പോയിട്ടുള്ള ഒരാൾ തീർച്ചയായും മുഗൾ ചക്രവർത്തി കാശ്മീരിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവന തികച്ചും ശരിയാണെന്ന് തലകുലുക്കി സമ്മതിക്കും. അദ്ദേഹം കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അഗർ ഫിർദസ് ബർറു ജമീൻ അസദ് ഹമീൻ അസദ് ഓ ഹമീൻ അസദ് ഓ ഹമീൻ അസദ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതുതന്നെയാണ്, ഇതുതന്നെയാണ്, ഇതുതന്നെയാണ്. ഈ ഭൂപ്രദേശം കിഴക്ക് ടിബറ്റിനാലും വടക്ക് ഭാഗത്ത് ചൈനീസ് തുർക്കിസ്ഥാൻ, റഷ്യ എന്നീ പ്രദേശങ്ങളാലും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാൻ എന്ന ദേശത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്നു. കാശ്മീരികളുടെ ജീവിതത്തെയും സംസ്കാരത്തെയും സമ്പന്നമായ പല സംസ്കാരങ്ങളും സ്വാധീനിച്ചിരിക്കുന്നു. ഷാഹ് ഹമദാനിയെ പോലുള്ള മഹാന്മാരായ സൂഫി സന്യാസിമാർ കാശ്മീരിന് സങ്കര സംസ്കാരമാണ് നൽകിയിരിക്കുന്നത്. വളരെ കുറച്ചുപേർ മാത്രം അറിയുന്ന ഒരു സത്യമുണ്ട്. അതുല്യമായ ഉപനിഷത്തുക്കൾ പേർഷ്യൻ ഭാഷയിൽ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ക്രൂരനായ മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ സഹോദരൻ ദാരാ ഷിക്കോ ആയിരുന്നു. മഹാത്മാവായ ദാരാ ഷിക്കോ ശ്രീനഗറിൽ താമസിച്ചുകൊണ്ട് കാശ്മീരിൽ സൂഫിസത്തെപ്പറ്റി ഗാഢമായി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പരിഭാഷ തയ്യാറാക്കിയത്. കാശ്മീരിൽ പോയ സമയത്ത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം മഹായോഗിയായ ലക്ഷ്മൺജിയെ കാണുക എന്നതായിരുന്നു. കൂടാതെ ബാബാജി നിർദ്ദേശിച്ചിരുന്ന 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും നിർമ്മിക്കപ്പെട്ട ബാഞ്ചോയിലെ ക്ഷേത്രങ്ങൾ ദർശിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു. അനന്തനാഗിന് സമീപമാണ് ബാഞ്ചോ സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് ഈ ക്ഷേത്രങ്ങളിൽ വെച്ച് അധ്യാത്മവിദ്യയെ സംബന്ധിക്കുന്ന ഉന്നതമായ കാര്യങ്ങളിൽ ദീക്ഷ നൽകപ്പെട്ടിരുന്നു. പ്രാചീന കാലത്ത് ഈജിപ്തിലെ പിരമിഡ് ദേവാലയങ്ങളിലെ വിശുദ്ധ രഹസ്യങ്ങളുടെ നിഗൂഢാർത്ഥങ്ങൾ വെളിവാക്കാൻ കഴിയുന്ന ഹെയറോഫൻസ് എന്ന ആൾക്കാർ ജ്ഞാന സമ്പാദനാർത്ഥം കാശ്മീരിൽ എത്തിയിരുന്നു. അവർ പ്രത്യേക പരിശീലനം നേടി മടങ്ങിപ്പോയിരുന്നു. യേശുക്രിസ്തുവും കുറേ കാലം കാശ്മീരിൽ കഴിഞ്ഞിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഗുഹകൾ സന്ദർശിച്ചതിന് ശേഷം അനേകം സൂഫി ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. അവയിൽ പ്രസിദ്ധമായ അസറത് ബാൽ എന്ന ആരാധനാലയവും പെടുന്നു. ആദി ശങ്കരാചാര്യ മലയിൽ കയറുകയും ശങ്കരാചാര്യർ അവിടെ പ്രതിഷ്ഠിച്ചതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ലിംഗം ദർശിക്കുകയും ചെയ്തു. കാശ്മീർ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ശ്രീ ലക്ഷ്മൺജിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. അദ്ദേഹം കാശ്മീരി ശൈവ ദർശനത്തിൽ അഗാഢമായ പാണ്ഡിത്യം നേടിയിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം ഏകദേശം 3:30 മണി സമയത്ത് ശ്രീ ലക്ഷ്മൺജിയുടെ ആശ്രമത്തിലെത്തി. അദ്ദേഹം സ്വാമിജി എന്ന ചുരുക്കപ്പേരിലാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത്. ഞായറാഴ്ച ദിവസമാണ് അദ്ദേഹം പൊതുജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. സുന്ദരമായ ആശ്രമത്തിനോട് ചേർന്ന് വർണ്ണപ്പൂക്കളുള്ള മനോഹരമായ ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസവും. ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത് മുഗൾ ഗാർഡനോട് ചേർന്നുള്ള പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്തായിരുന്നു. ആശ്രമം ദാൽ തടാകത്തെ അഭിമുഖീകരിച്ചാണ് സ്ഥിതി ചെയ്തിരുന്നത്. നിഷാദ് ബാഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലം വിശാല പ്രകൃതി ദൃശ്യത്തോടു കൂടിയതാണ്. യുവാക്കളും പ്രായം ചെന്നവരും ഉൾപ്പെട്ട എല്ലാത്തരം ആൾക്കാരെയും അവിടെ കാണാൻ കഴിഞ്ഞു. ആശ്രമത്തിൽ തടിച്ചുകൂടിയിരുന്ന ആൾക്കാരിൽ ഞാനും പെട്ടു. എല്ലാവരും സ്വാമിജിയെ ദർശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു.
ബാബാജി അദ്ദേഹത്തെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു. കാശ്മീരി ശൈവ ദർശനത്തെപ്പറ്റി ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക വ്യക്തി ലക്ഷ്മൺ ജു ആണ്. സൈദ്ധാന്തിക തലത്തിലും പ്രായോഗിക തലത്തിലും അദ്ദേഹം നൈപുണ്യം നേടിയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം പെട്ടെന്ന് നിശബ്ദമായി. ശിരസുയർത്തി നോക്കിയപ്പോൾ ഞാൻ സ്വാമിജിയെ കണ്ടു. മെലിഞ്ഞ ശരീരമുള്ള അദ്ദേഹത്തിന് 6 അടി ഉയരം ഉണ്ടായിരുന്നു. ക്ലീൻ ഷേവ് ചെയ്ത അദ്ദേഹം കാഴ്ചയിൽ സുന്ദരനായിരുന്നു. ക്രോപ്പ് ചെയ്ത തലമുടി നരച്ചിരുന്നു. കാശ്മീരി ശൈലിയിലുള്ള നീണ്ട കുപ്പായം ധരിച്ചിരുന്നു. പൂമുഖത്ത് നിന്നും ഇറങ്ങി വന്ന അദ്ദേഹത്തിന് 70 വയസ്സ് തോന്നിച്ചിരുന്നു. എന്നിരുന്നാലും യുവസഹജമായ പ്രസരിപ്പ് അദ്ദേഹത്തിൽ കണ്ടു. കുലീനത അദ്ദേഹത്തിൽ കളിയാടിയിരുന്നു. ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ ശാന്തനായി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ ശിരസ് നമിച്ച് വണങ്ങി. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കുമോ എന്ന് ശങ്കിച്ച് നിൽക്കുകയായിരുന്നു. ചില ആൾക്കാരോട് അദ്ദേഹം കുശല പ്രശ്നം നടത്തുകയും ചിലരെ ആശീർവദിക്കുകയും ചെയ്തതിനു ശേഷം എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നേരെ വരികയും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും ചെയ്തു. എൻ്റെ നേർക്ക് പ്രസാദാത്മകമായി നോക്കുകയും എൻ്റെ കരം ഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നിൽ എന്തോ അന്വേഷിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നിലൂടെ പരതി നടന്നു. അന്നേരം എനിക്ക് അവാച്യമായ ആനന്ദാനുഭൂതി അനുഭവത്യമായി. എൻ്റെ ശരീരമാകെ ആനന്ദം കൊണ്ട് വിറച്ചു. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്ന പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, "നമുക്ക് പോകാം." അദ്ദേഹം എന്നെയും കൂട്ടിക്കൊണ്ട് ധ്യാന മണ്ഡപത്തിലേക്ക് പോയി. ഒരു പരുക്കൻ കമ്പിളി വിരിപ്പിൽ ഇരുന്നിട്ട് എന്നോടും അടുത്ത് വിരിച്ചിട്ടിരുന്ന കമ്പിളി വിരിപ്പിൽ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, "അടുത്തോട്ട് ചേർന്നിരിക്കൂ കുട്ടി, ഞാൻ നിന്നെ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു." "എന്താ ഞാൻ പറയുന്നത് വിശ്വാസമായില്ലേ? നീ ഒരു സംശയാലുവാണ്." അദ്ദേഹം തൻ്റെ കുപ്പായത്തിനുള്ളിലേക്ക് കൈ കടത്തിയിട്ട് ഒരു രുദ്രാക്ഷമാല പുറത്തേക്കെടുത്തു. എന്നെ അത് കാണിച്ചുകൊണ്ട് ചോദിച്ചു, "ഇത് കണ്ടാൽ തിരിച്ചറിയുമോ?" വലിയ കറുത്ത രുദ്രാക്ഷങ്ങൾ കോർത്ത ഇതുപോലെയുള്ള ഒരു രുദ്രാക്ഷമാലയാണ് ബാബാജിയും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. എനിക്ക് 20 വയസ്സ് ആയിരുന്നപ്പോൾ ബാബ മഹേശ്വരനാഥ് ഇത് എനിക്ക് തന്നതാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് നിനക്കല്ലാതെ മറ്റാർക്കും ഇക്കാര്യം അറിഞ്ഞുകൂടാ. ഈ രുദ്രാക്ഷമാല കിട്ടിയതിൻ്റെ അടുത്ത വർഷത്തിൽ ഞാൻ അഭിനവ ഗുപ്തൻ്റെ ഭാഷ്യവും ചേർത്ത് ഭഗവത്ഗീത പ്രസിദ്ധീകരിച്ചു. ഞാൻ അത് ചെയ്തത് ബാബയുടെ ആഗ്രഹപ്രകാരമാണ്. നിന്റെ ഗുരു നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. വ്യക്തിപരമായി അദ്ദേഹം എൻ്റെ ഗുരു അല്ലെങ്കിൽ കൂടി ഞാൻ എൻ്റെ ഗുരുവായ സ്വാമി മെഹ്താബ് പോലെയും എൻ്റെ മഹാഗുരുവായ സ്വാമി രാമിനെ പോലെയും അദ്ദേഹത്തെ ആദരിക്കുന്നു. നീ ഏതായാലും അനുഗ്രഹീതനാണ്. എന്തെന്നാൽ ബാബ നിന്നെ കണ്ടെത്തുകയും ശ്രീ ഗുരു ബാബയുമായുള്ള നിന്റെ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ കൂടെ ഒഴുകുകയായിരുന്നു. ഞാൻ പറഞ്ഞു, "സ്വാമിജി, ഞാൻ ഇപ്പോൾ എന്തു പറയാനാണ്? എന്നെപ്പറ്റി എല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ." ഞങ്ങൾ അരമണിക്കൂർ സമയം കാശ്മീരി ശൈവ സിദ്ധാന്തത്തെപ്പറ്റിയും അനുഷ്ഠാന മുറകളെപ്പറ്റിയും ചർച്ച ചെയ്തു. എൻ്റെ ദൈനംദിന ക്രിയകളിൽ അദ്ദേഹം ചെറിയ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും എന്നോട് പ്രത്യാഭിജ്ഞാന ഹൃദയം, വിജ്ഞാന ഭൈരവ, പരത്രിഷ്കവി, വാരണ എന്നീ കൃതികൾ വായിക്കാനും നിർദ്ദേശിച്ചു. തമ്മിൽ പിരിയുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് 2 ചെറിയ പുസ്തകങ്ങൾ തന്നു. അദ്ദേഹം സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത 2 പുസ്തകങ്ങളായിരുന്നു അവ. സംസ്കൃത പുസ്തകങ്ങളുടെ പേര് ബോധ പഞ്ചദശിക എന്നും പരപ്രവേശിക എന്നുമാണ്. അവയുടെ ഇംഗ്ലീഷ് പരിഭാഷകൾ 15 വേഴ്സസ് ഓഫ് വിസ്ഡം
എൻട്രൻസ് ഇൻ ടു സുപ്രീം റിയാലിറ്റി എന്നിവയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചതിന് ശേഷം വിട പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ബാബാജിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കൂ. അമൃതേശ്വര ഭൈരവൻ നിന്നെ മുക്തനാക്കട്ടെ. കാശ്മീരിൽ നിന്നും ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങി. ഡൽഹിയിൽ എത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് വൈകുന്നേരങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം ജയകൃഷ്ണമൂർത്തിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു. ചില കാരണങ്ങളാൽ എനിക്ക് ആദ്യത്തെ ദിവസം പ്രഭാഷണത്തിനെത്താൻ കഴിഞ്ഞില്ല. 2ാമത്തെ ദിവസം പ്രഭാഷണം തുടങ്ങുന്നതിനും ഏതാനും മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തി. ശ്രോതാക്കൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നുമെത്തിയ സമൂഹത്തിലെ ഉന്നത വർഗത്തിൽപ്പെട്ടവരായിരുന്നു. അവരിൽ വൻകിട വ്യവസായികളും വ്യാപാരികളും വിവിധ പാർട്ടികളിലെ വലിയ രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെട്ടിരുന്നു. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ ശരിക്കും കാണത്തക്ക രീതിയിൽ നല്ല ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞു. കൃത്യം 6 മണിക്ക് അദ്ദേഹം അകത്തേക്ക് വന്നു. ഇളം തവിട്ട് നിറമുള്ള സിൽക്ക് ഷർട്ടും വെള്ള പൈജാമയും ധരിച്ചിരുന്ന അദ്ദേഹം വന്നയുടനെ പ്ലാറ്റ്ഫോമിൽ ചമ്രം പടഞ്ഞിരുന്നു. നരച്ച തലമുടിയും സുന്ദരമായ മുഖവുമുള്ള അദ്ദേഹം കൈകൂപ്പി വണങ്ങി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആധുനിക ബുദ്ധൻ്റെ പ്രതീതി ജനിപ്പിച്ചു. മുഖവരു ഒന്നും കൂടാതെ നേരെ വിഷയത്തിലേക്ക് കടന്നു. ദീപം കത്തിക്കുക തുടങ്ങിയ നാടകീയ ദൃശ്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൻ്റെ ആദ്യത്തെ വരികൾ ഞാൻ ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നു. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഏതെങ്കിലും വിശ്വാസത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ സംഘടനയുടെയോ പ്രചാരകന്മാരായിട്ടല്ല. ലോകത്ത് സംഭവിക്കുന്നതിനെപ്പറ്റി നാം ഇവിടെ ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയാണ്. 1 മണിക്കൂറോളം സമയം പൂർണ്ണമായും നിശബ്ദമായിരുന്നു. കൃഷ്ണമൂർത്തി 1 മണിക്കൂറോളം ഹിംസയുടെ അകംപുറം തുറന്നു കാട്ടിക്കൊണ്ട് സംസാരിച്ചു. നൂറ്റാണ്ടുകളായി എങ്ങനെ മതം അക്രമം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആ സമയമത്രയും സദസ്സ് പരിപൂർണ നിശബ്ദത പാലിച്ചു. അദ്ദേഹം മനുഷ്യരാശിയോട് ആത്മപരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്തു. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് എല്ലാവരോടും സ്വന്തം മനസ്സുകളിലേക്ക് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹിംസയിലൂടെ വളരെയധികം പാതകങ്ങൾ ഈ ലോകത്തിൽ തങ്ങൾ കാരണം നടന്നിട്ടുണ്ടെന്നും നാം ബോധപൂർവം നിത്യവും ഹിംസയിൽ വ്യാപരിക്കുകയാണെന്നും മനസ്സിലാക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു ആശയ സംഹിതയുടെയോ ഒരു തത്വശാസ്ത്രത്തിൻ്റെയോ വിശദീകരണമായിരുന്നില്ല. എന്നാൽ അത് അർത്ഥബോധതലത്തിലേക്കും അബോധതലത്തിലേക്കും നടത്തിയ ഒരു യാത്രയായിരുന്നു. അഥവാ സ്വയം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള യാത്രയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ശ്രോതാക്കൾ ലീനചിത്തരായിരുന്നു. കൃഷ്ണമൂർത്തി പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടും ശ്രോതാക്കൾ ഏതാനും മിനിറ്റ് അനങ്ങാതിരുന്നു. അതിനുശേഷം അദ്ദേഹം കൈകൂപ്പി നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നും പോയി. അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗം എന്നെ വ്യക്തിപരമായി അദ്ദേഹത്തോട് അടുപ്പിച്ചു. അതോടെ അദ്ദേഹവുമായി ഒരു ആത്മബന്ധം സംജാതമായി. അദ്ദേഹം നടന്നു നീങ്ങിയ പെട്ടെന്ന് ഒരിടത്ത് നിന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നുപോയി. എൻ്റെ ശരീരമാകെ ഒരു ഊർജം പകർന്നു കിട്ടിയതായി അനുഭവപ്പെട്ടു. ഞാൻ ബസ്സിൽ കയറി എൻ്റെ മുറിയിൽ എത്തിയിട്ടും ആ ഊർജം എന്നെ വിട്ടുമാറിയിരുന്നില്ല. പരമാനന്ദത്തിൽ മുഴുകി ആത്മവിസ്മൃതിയിലാണ്ട എനിക്ക് ആ അനുഭൂതി അവർണ്ണീയമായി തോന്നി. ഞാൻ മുറിയിലേക്ക് കടന്നു. മുകളിലത്തെ നിലയിൽ എൻ്റെ സുഹൃത്ത് ഷെരിഡാൻ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായി. സുഹൃത്ത് എൻ്റെ കാലുകൾ ആടുന്നത് കണ്ടിട്ട് ഞാൻ മദ്യപിച്ചുവോ എന്ന് ചോദിച്ചു.
എന്നിൽ നിന്നും ആനന്ദലഹരി ആ രാത്രി മുഴുവനും വിട്ടുമാറാതെ നിന്നു. നേരം വെളുക്കാറായപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ന്യൂവേലിയിലെ ജോലി രാജിവെച്ചു. ശ്രീ ഗണേഷ് ശുക്ലയ്ക്ക് രാജിക്കത്ത് നൽകി. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ട്രെയിനിൽ കയറി ബനാറസിലേക്ക് തിരിച്ചു. ബനാറസിൽ എനിക്ക് ജൂണ മഠത്തിൽ തങ്ങാൻ അനുവാദം കിട്ടി. അതിനടുത്ത് രാജ്ഘാട്ടിൽ ആണ് കൃഷ്ണമൂർത്തി സെൻറ്റർ സ്ഥിതി ചെയ്തിരുന്നത്. എന്തുകൊണ്ടോ എനിക്ക് സെൻറ്ററിലേക്ക് പോകണമെന്ന് ചിന്തയുണ്ടായില്ല. ഞാൻ ഒരു കൊല്ലം മുഴുവൻ ഗംഗാതീരത്തുള്ള പല ഘാട്ടുകളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ കാശി വിശ്വനാഥ ക്ഷേത്രവും സന്ദർശിച്ചു. മറ്റൊന്നിനും വിധേയമാകാത്ത പരമമായ സ്വാതന്ത്ര്യം ഞാൻ നുകർന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത വാരം കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.